നമ്മുടെ രാജ്യങ്ങൾ, നമ്മുടെ നാടുകളിലൂടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും അധികം ആളുകൾക്കും അറിയാറില്ല. പള്ളി എന്താണ്, പള്ളിയുടെ മഹത്വം എന്താണ്? പള്ളി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പള്ളി, ആ പള്ളി നിങ്ങൾക്കറിയാമല്ലോ, പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരാൾ ദുനിയാവിന്റെ സംസാരിച്ചാൽ 40 കൊല്ലത്തിന്റെ ഇബാദത്ത് നഷ്ടപ്പെടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ പള്ളിയാണ്. ആ പള്ളിക്ക് വളരെയേറെ മഹത്വമുണ്ട്. വെറുതെ ഒരാൾ പള്ളിയിൽ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ കിടന്നുറങ്ങി, ഒന്നും ചെല്ലില്ല, ചാരി ഇരുന്നു, ഒതോടുകൂടെ പള്ളിയിൽ പോയിരുന്നാൽ പോലും ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന ഒരു സ്ഥലമാണ് പള്ളി. ആ പള്ളിക്ക് ഒരുപാട് മഹത്വമുണ്ട്. ആ പള്ളി ആരാണ് പരിപാലിക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂറത്ത് തൗബ വളരെ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം എന്തിനാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ പള്ളി പൊതുമനോഹരമായി പുതുതായി പള്ളി നിർമ്മിച്ചിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നാട്ടുകാർക്ക് ചോറെല്ലാം കൊടുത്തിട്ട് ഉദ്ഘാടനത്തിന് ഒരുപാട് രാഷ്ട്രീയ സാമൂഹിക നേതാക്കളെ കൊണ്ടുവന്നിട്ട് ആദരിച്ചിട്ട് എല്ലാം പിരിഞ്ഞാൽ നമ്മുടെ കടമ തീർന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളോട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ വളരെ വ്യക്തമായി പറയുകയാണ് ആരാണ് പള്ളി പരിപാലിക്കേണ്ടത്. പള്ളി പരിപാലിക്കാനുള്ള അതിற்கு കണ്ടീഷനുകളുണ്ട്. ആരാണ് പള്ളിയുടെ പ്രസിഡന്റ് ആകേണ്ടത്, പള്ളിയുടെ സെക്രട്ടറി ആകേണ്ടത്, പള്ളിയുടെ കമ്മിറ്റിയിൽ വരേണ്ടത് ആരാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള അറിയുന്ന ആളുകളോട് ചോദിച്ച് പഠിക്കാറുണ്ട്. എന്നാൽ ഒരു പള്ളി കമ്മിറ്റിയിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടിയാൽ, ഒരു പള്ളിയിൽ ഒരു കമ്മിറ്റിയായി നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടാൽ, ഏതെങ്കിലും നാട്ടിലുള്ള ഉസ്താദിനോട് അല്ലെങ്കിൽ ഒരു തങ്ങളോട് ആദരണീയരായ സയ്യിദ് ഈ മഹല്ലിന്റെ ഗൗരവാധ്യക്ഷനാണെന്ന് അറിയാൻ സാധിച്ചു. അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടോ, ഉസ്താദെ ഞാൻ പുതിയ കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട്, ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്താണ് എന്റെ ഉത്തരവാദിത്വം എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉത്തരവാദിത്വമാണ്. എന്താണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്? പള്ളി ആരാ പരിപാലിക്കേണ്ടത്? മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ പൂർണ്ണമായ വിശ്വാസമുള്ളവനാണ്, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവനാണ് പള്ളി പരിപാലിക്കേണ്ടത്. നിരീശ്വരവാദം ദൈവമുണ്ടോ ഇല്ലേ എന്ന് സംശയിക്കുന്നവൻ അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ അർഹനല്ല. പൂർണ്ണമായ റബ്ബിന് വിശ്വാസം ഉണ്ടായിരിക്കണം. ഖാലിഖായ റാസിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ ഹറകാത്തുകൾ, സകനാത്തുകൾ, നമ്മുടെ ഓരോ സമയങ്ങളും, നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വളരെ ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ. എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലാഹുവിൽ മാത്രം വിശ്വാസമുണ്ടായാൽ പോരാ, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വാസമുണ്ടാവുള്ളവനായിരിക്കണം. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവൻ അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ സാധ്യമല്ല, അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ പള്ളിയോടുള്ള കടമകൾ തീർക്കണോ? അല്ലാഹുവിന്റെ മഹാന്മാരായ സൂഫിയാക്കളുടെ ചരിത്രങ്ങളിലൊക്കെ പറയുന്നു, അവർ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് എത്തിയാൽ, പള്ളിയുടെ വരാന്തയിലേക്ക് എത്തിയാൽ അവർ ശരീരമാകെ വിറക്കുമായിരുന്നു. എന്തേ കാരണം? അല്ലാഹുവിന്റെ വീടാണ്, റബ്ബിന്റെ വീടാണ്. രാജാവിന്റെ വീട്ടിന്റെ അടുക്കലേക്ക് എത്തിയാൽ എന്തെങ്കിലും കുറ്റം ചെയ്ത ആളുകൾ, പ്രതികൾ പേടിക്കുന്നത് പോലെ നമുക്കറിയാം. ഒരു പോലീസിനെ കണ്ടാൽ നമ്മൾ പേടിക്കുന്നു, ഒരു പോലീസ് സ്റ്റേഷനിൽ കണ്ടാൽ കുറ്റവാളികൾ വിറക്കുന്നത് പോലെ ചില മഹാന്മാർ പറയുന്നു, അല്ലാഹുവിന്റെ പള്ളിയുടെ അടുക്കലേക്ക് എത്തിയാൽ അവന്റെ കൈകാലുകൾ വിറക്കുമായിരുന്നു. എന്റെ റബ്ബിന്റെ വീടാണ്, എന്റെ പരയിലുള്ളത് പോലുള്ള പെർമിഷൻ ഇല്ല, എന്റെ പരയിൽ സംസാരിച്ചതുപോലെ സംസാരിക്കാൻ കഴിയില്ല, എന്റെ പരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കിടന്നത് പോലെ ചാടിക്കളിക്കാൻ സാധ്യമല്ല. ഇത് റബ്ബിന്റെ വീടാണെന്ന ബോധമുണ്ടാകണം. ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കഥകൾ എന്താണ്? പത്രമാധ്യമങ്ങളിൽ നടക്കുന്ന കഥകൾ എന്താണ്? എത്രയോ മഹല്ലുകളിലൂടെ പള്ളികൾ തന്നെ അടച്ചു പൂട്ടപ്പെട്ട കഥകൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ആരും ഇവിടുത്തെ ഇസ്ലാമിന്റെ വിരോധികളല്ല, ഇവിടുത്തെ രാജ്യത്തിന്റെ സർക്കാരിന്റെ നിയമം കൊണ്ടല്ല, നാട്ടുകാരായ ആളുകൾ തമ്മിലടിക്കാനുള്ള അവസരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ പള്ളികളാണ്. എല്ലാവർക്കും സംസാരിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കുന്നത്, ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്നത് അല്ലാഹുവിന്റെ പള്ളിയിലാണ്. ഇത് ഈമാനില്ലാത്ത മനുഷ്യന്റെ ലക്ഷണമാണെന്ന് മഹാന്മാർ പറഞ്ഞു തരുകയാ.
എന്നിട്ട് അല്ലാഹു പറയുന്നു വല്യൗമിൽ ആഖിർ, ആഖിറത്തിൽ പൂർണ്ണമായ വിശ്വാസം വേണം. ഇതിനെല്ലാം കൂലിയുണ്ട്. എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് പോകാനുണ്ട്. എന്റെ റബ്ബിന്റെ അടുക്കൽ പോയാൽ നാളെ മരിക്കലോടുകൂടി എന്റെ ജീവിതം കഴിഞ്ഞു എന്ന് പറയുന്ന നിരീശ്വരവാദികളുടെ പിന്നാലെ പോകുന്നവരല്ല. എന്റെ ജീവിതത്തിന്റെ ഒട്ടുമുക്കാല് ഭാഗങ്ങളും തുടങ്ങാനേ ഉള്ളൂ. 60 കൊല്ലം ജീവിച്ച് മരിച്ച ആജിയാറാണെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ 1% പോലും കഴിഞ്ഞു പോയിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ 1% പോലും ജീവിച്ചിട്ടില്ല. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം തുടങ്ങാനേ ഉള്ളൂ. ബർസഖിയായ ലോകത്ത് എത്ര കൊല്ലമാണെന്ന് അറിഞ്ഞുകൂടാ. ഖിയാമത്ത് ദിവസം വരെ ഖബറിൽ കടന്നവർ നമ്മുടെ വീട്ടിലൂടെ പള്ളി നിർമ്മിച്ച കാലം മുതൽ ആദ്യത്തെ കൊല്ലത്തിൽ മരിച്ചിട്ട് ഫസ്റ്റത്തെ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട മയ്യിത്തായ മനുഷ്യന് ഇന്ന് ഖബറിലാ. എത്ര കൊല്ലമാ മനുഷ്യന്റെ ഖബർ ജീവിതം ഉണ്ടാവുക? ഈ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സുവർണ്ണ കാഹളത്തിൽ ഓതുന്നത് വരെ അവൻ ബർസഖിയായ ലോകത്താണ്. ഒരു ബർസഖിന്റെ കാലം കഴിഞ്ഞാൽ ഇതാ ഖിയാമത്തിന്റെ മുറ്റത്തേക്ക് എത്തിയാൽ, സ്വർഗ്ഗലോകത്തിലേക്ക് എത്തിയാൽ പൊന്നാര മുഅ്മിനേ, തീരാനുള്ള ജീവിതമല്ല. അങ്ങനെ ആഖിറത്തിൽ ഒരു വിശ്വാസം വേണം, ആഖിറത്തിൽ ഒരു പ്രതീക്ഷ വേണം. അങ്ങനെയുള്ള ആളുകളാണ് പള്ളി പരിപാലിക്കേണ്ടത്. ആരാ പള്ളി പരിപാലിക്കേണ്ടത്? കൃത്യമായി നിസ്കാരം നടത്തുന്നവന്, തോന്നുമ്പൊല്ലിയായി നിസ്കരിക്കുന്നവനല്ല. ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ട് അടുത്ത പെരുന്നാളിന് പള്ളിയിൽ വരുന്നവനല്ല. ഒരു ജുമുഅ കഴിഞ്ഞിട്ട് അടുത്ത ജുമുഅക്ക് പള്ളിക്ക് വരുന്നവനല്ല. കൃത്യമായി അവൻ നാട്ടിലുണ്ടെങ്കിൽ കൃത്യമായി അല്ലാഹുവിന്റെ പള്ളിയിൽ ജമാഅത്ത് നടക്കാൻ, ജമാഅത്തിലേക്ക് ഹാജരാകുന്നവനാണ് പള്ളി കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത്. ഉത്തരവാദിത്തമാണ് മുഅ്മിനേ. ഒരു പള്ളിയിൽ വെച്ച് നീ കമ്മിറ്റിയിൽ ചേർന്നാൽ ആ പള്ളിയിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു വക്തിന് ബാങ്കില്ലാതെയായി, ഉദാഹരണത്തിന്റെ പള്ളിയിലുള്ള ഉസ്താദില്ല, മുഅദ്ദിനൊക്കെ ഉള്ളൂ. ആ മുഅദ്ദിനിക്ക് എന്തോ കാരണം കൊണ്ട് ബാങ്ക് മുടങ്ങിയാൽ ആ ബാങ്കിലേക്ക് ഉത്തരവാദി ആരാ? ഒന്നാമത് പടച്ചറപ്പിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടത് കമ്മിറ്റിയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. ഒരു ജമാഅത്ത് നടന്നില്ലെങ്കിലോ, ഒരു ജമാഅത്ത് ഇവിടെ നടന്നില്ലെങ്കിൽ ഇത് ഫർദ് കിഫായാണ്, സാമൂഹിക ബാധ്യതയാണ്. ആ സാമൂഹിക ബാധ്യതയിൽപ്പെട്ടതാണ് പള്ളിയിൽ ജമാഅത്ത് നടക്കുക എന്നുള്ളത്. അങ്ങനെ ഒരാളും ജമാഅത്തിലേക്ക് എത്തിയില്ല. എന്നാൽ ആരാണ് ഇതിന് ഉത്തരവാദി? ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളാണ്. അതുപോലെ സക്കാത്ത് കൊടുക്കുന്നവനായിരിക്കണം. അവന്റെ മുതലിന്റെ പൈസ കണക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കുന്നവനായിരിക്കണം. അല്ലാഹുവിന്റെ ദീനിലേക്ക് ദീനിന്റെ കാര്യമാണ് പള്ളി എന്നുള്ളത്. പള്ളി പരിപാലിക്കേണ്ട ആളുകൾ സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. വിശദീകരിക്കാൻ സമയമില്ല. വലം യഖ്ശ ഇല്ലല്ലാഹ് വളരെ പ്രധാനമായ അടിവരെ ഇട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹനെ അല്ലാതെ ആരെയും പേടിക്കുന്നവനായിരിക്കണം. അല്ലാഹനെ മാത്രം പേടിക്കുക, മറ്റുള്ളവരാരെയും പേടിക്കാത്തവനാണ് പള്ളി കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത്. കാരണം നാട്ടിൽ ഒരുപാട് ആക്ഷേപങ്ങൾ വരും, നാട്ടിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അവൻ ആത്മാഭിമാനത്തോടെ അവൻ ചിന്തിക്കേണ്ടത്, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോകരുത്, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. നാട്ടുകാരൻ എന്ത് പറയട്ടെ, അത് പ്രശ്നമല്ല. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമാണ് പേടി. നാട്ടുകാരെ മുഴുവനും പേടിച്ചിട്ട് ഓരോരുത്തരും തല കുടിച്ചിട്ട് നിൽക്കുന്നവനാവുകയില്ല. ഇതൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇതാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്. സന്ദർഭോചിതമായി പള്ളി ഉദ്ഘാടനം എന്ന നിലക്കാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ജമാഅത്തിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങൾ നിർവഹിക്കണം? ഒരു ജമാഅത്ത് എന്നുള്ളത് വലിയ ഒരു വീട് പോലെയാണ്. ഈ ജമാഅത്തിൽ 100 ചില്ലാനം വീടുണ്ടെങ്കിൽ ആ 100ഓളം വീടുകളുണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ മുഴുവനും ഉത്തരവാദിത്വം കമ്മിറ്റിയുടെ ഒരു മേൽനോട്ടം അവർക്കുണ്ടായിരിക്കണം. ആ ജമാഅത്തിൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ നടക്കുന്നുണ്ട്, അനാവശ്യമായ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നീട്ടിപ്പരത്തി പറയാൻ സമയമില്ലല്ലോ. പള്ളി കമ്മിറ്റിയിലൂടെ ജമാഅത്തിലൂടെ നടക്കുന്ന ഒരുപാട് അനാചാരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ നാടുകളിലൂടെ കുഗ്രാമങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. കല്യാണ വീടെടുത്ത് നോക്കിയാൽ കാണുന്ന തോന്നിവാസങ്ങൾ. ആരാ ഇതിന് ഉത്തരവാദി? അതിനെല്ലാം കടിഞ്ഞാണിടേണ്ടത് പള്ളിയിലുള്ള ഉത്തരവാദിത്വപ്പെട്ട ഒരു ഖതീബ് ഉണ്ടെങ്കിൽ ആ ഖതീബിന്റെ ബാധ്യതയാണ്. ആ ഖതീബിന്റെ ബാധ്യത മാത്രമല്ല, ആ ഖതീബിനെ പൂർണ്ണമായി
സപ്പോർട്ട് നൽകേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഈ സമുദായം നന്നായാൽ, രണ്ട് വിഭാഗം നന്നായാൽ ഈ സമുദായം നന്നായി, രണ്ട് വിഭാഗം നശിച്ചാൽ ഈ സമുദായം നശിച്ചു പോയി. ഒന്ന് അൽ ഉലമാഉ വൽ ഉമറാ, ഉലമാഇനിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തം വേണം. ഒരു ജമാഅത്ത്, ഞാനൊക്കെ സന്ദർഭം എന്തിനാണ് ഇത് പറയുന്നത്, ഒരു മഹല്ലിന്റെ ഉത്തരവാദിത്തം എന്ന് ഏറ്റെടുക്കുമ്പോൾ ആ ജമാഅത്തിലൂടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അത് അറിഞ്ഞിരിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന അനാവശ്യമായ കാര്യങ്ങൾക്ക് ജമാഅത്ത് കമ്മിറ്റിയിൽ മാസത്തിൽ ഒരു പ്രാവശ്യം മീറ്റിംഗ്, സാധാരണ എല്ലായിടത്തും മീറ്റിംഗ് മാസത്തിൽ കൂടാറുണ്ടല്ലേ, സാധാരണ കൂടാറില്ല എല്ലായിടത്തും മാസത്തിൽ ഒരു പ്രാവശ്യം. എന്താ മീറ്റിംഗിൽ ചർച്ച ഉണ്ടാവുക? ഇവിടുത്തെ കഥ എന്നല്ല ഞാൻ പറയുന്നത്, നാട് മുഴുവനും ഒരുപാട് മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ മഹല്ല്, അധിക സ്ഥലത്തും മഹല്ല് കമ്മിറ്റിയിൽ മീറ്റിംഗിൽ ചർച്ച ഉണ്ടാവുക എന്താ? എന്തെങ്കിലും സാധാരണ നാട്ടിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യും. ഈ ജമാഅത്തിലൂടെ ധാർമ്മികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആളുകൾ, ഉദാഹരണത്തിന് ചിലപ്പോ മകനെ കഴിക്കാൻ കഴിയാത്ത ഒരു കുടുംബത്തിന്റെ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അതിലെ ലെറ്റർ വായിച്ചിട്ട് അതിന് കളക്ഷൻ ആക്കി കൊടുക്കാനുള്ള എന്തെങ്കിലും ചർച്ചകൾ നടത്തിയിട്ട് മീറ്റിംഗിൽ പാസ്സാക്കിയിട്ട് 10,000 പിരിച്ചിട്ട് അവർ കൊടുത്തിട്ട് അതിനപ്പം തന്നെ വാട്സപ്പിലുണ്ട്. ഇപ്പൊ വാട്സപ്പിലുണ്ടായത് കൊടുക്കൂല അല്ലെ, ഇപ്പൊ എല്ലാം വാട്സപ്പ് ഫസ്റ്റ്. ഇപ്പൊ ഏതെങ്കിലും എങ്ങനെ ഫസ്റ്റ് ഉണ്ടാക്കണം, ഫോട്ടോത്തിന്റെ ഫസ്റ്റ് ക്യാമറമാനെ നോക്കുന്നത്. ഇപ്പൊ ഇവിടെ കുറെ ആൾക്ക് ഇത് കൊടുത്തത്, നമ്മുടെ ട്രോഫി കൊടുത്തില്ലേ, കൊടുത്തിട്ടാകുമ്പോ ഇത് ഗൗരവ കുടുംബക്ക് ഫസ്റ്റ് ഞാൻ നോക്കിയത് ക്യാമറക്കാരന് സ്റ്റഡി ആയില്ലാണ്. കാരണം ഇത് കൊടുക്കുന്നതിന് ഇവിടുത്തെ വിഷയം ഞാൻ പറയുന്നത് പൊതുവെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് സമൂഹത്തിൽ എങ്ങനെയാ എന്നാൽ ഞാൻ ചോദിക്കട്ടെ, പള്ളി കമ്മിറ്റിയിൽ മീറ്റിംഗ് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കഞ്ചാവിന്റെ മക്കളുണ്ട്, ഒരുപാട് മയക്കുമരുന്നിന്റെ എഡിക്റ്റായി കഴിയുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു പരിഹാര വഴി, അവർ നന്നാക്കിയെടുക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നമ്മൾ ചിന്തിക്കണമെന്ന് ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ മീറ്റിംഗിലൂടെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഒച്ചപ്പാടുണ്ടാക്കും, വെള്ളിയാഴ്ച കുറെ പ്രസംഗിക്കും, കുറെ കഞ്ചാവ് മയക്കുമരുന്ന് അത് ഇത് മംഗത്തിന്റെ പറയൽ അനാവശ്യം കുറച്ച് വീടിന്റെ പണിയില്ല, അയാൾ ചൊന്നുകൊണ്ടിരിക്കുന്നത്, അയാളുടെ ഫോണിൽ ചൊന്നുകൊണ്ട് ഇങ്ങനെയല്ലേ സമൂഹം? ഇത് ഏറ്റെടുക്കേണ്ടത് ഉലമാഇന്റെ ബാധ്യത പറയുക എന്നുള്ളതാണ്, അതിൽ നടപ്പിലാക്കുക എന്നുള്ള ബാധ്യത മഹല്ല് കമ്മിറ്റിക്കാണുള്ളത്. മഹല്ല് കമ്മിറ്റി ഒരു മഹല്ലിലൂടെ നടക്കുന്ന തോന്നിവാസങ്ങൾ അറിഞ്ഞിരിക്കണം, അതിനു വേണ്ടി കടിഞ്ഞാണിടണം, അതിനു വേണ്ട വ്യവസ്ഥയുണ്ടാക്കി കൊടുക്കണം. നാട്ടിലൂടെ ഇസ്ലാമികമായ ദഅവത്തുകൾ നടക്കണം. ഓരോ ആഴ്ചയിൽ, ഓരോ മാസത്തിൽ മീറ്റിംഗുകൾ കൂടുമ്പോൾ ആ മീറ്റിംഗിലൂടെ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ കമ്മിറ്റി കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കുറ്റങ്ങൾ, ഒരുപാട് ക്രൂരകൃത്യങ്ങൾ നടക്കുന്നു, അതിനൊക്കെ ഉപദേശിക്കാനുള്ള സന്മനസ്സുണ്ടാകണം. അങ്ങനെ മഹല്ലുകൾ ഇസ്ലാമികമായ ഒരു കോട്ടയിലൂടെ, ഒരു ഭദ്രതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ മഹല്ല് പീഠിക എന്ന് പറയുമ്പോൾ വളരെയേറെ പഴക്കമുള്ള ഒരു നാടാണ് പീഠിക എന്ന് പറയുന്ന പ്രദേശം. ഒരുപാട് അലിമീങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞ നല്ല ഒരു നാടാണ് ഈ പീഠികയിലുള്ള ചെറുപ്പക്കാരോട്, കുത്തുബിയ്യത്ത് കമ്മിറ്റിന്റെ ഭാരവാഹികളോട്, മഹല്ല് കമ്മിറ്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഇസ്ലാമികമായ കൾച്ചർ ഉണ്ടായിരിക്കണം. പള്ളി മനോഹരമാക്കൽ മാത്രമല്ല ലക്ഷ്യം, ആ പള്ളിയിൽ വരുന്നവരുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാക്കിയെടുക്കണം. ഓരോ വെള്ളിയാഴ്ച ഓരോ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരുന്നവർ ആ പള്ളിയിലേക്ക് വരുമ്പോൾ ആത്മീയമായ നിലക്ക് അല്ലാഹുവിനെ അടുക്കുന്ന ഒരു തലമുറയുണ്ടാകണം. ഈ നമ്മുടെ 60-70 വയസ്സുള്ള ഒരു 55 വയസ്സിന്റെ അപ്പുറമുള്ള ആളുകളൊക്കെ മരിച്ചു പോയാൽ പിന്നീട് പള്ളികളിലൂടെ സ്വലാത്തിന്റെ മജ്‌ലിസിലും ദുആ ചെയ്യാനൊക്കെ ആളുകളില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. പുതിയ തലമുറ ഇതിൽ നിന്നെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അതിനെല്ലാം കടിഞ്ഞാണിട്ടുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ, കാരണം ഒരു പള്ളി എന്നുള്ളത് നാടിന്റെ കേന്ദ്രം, എന്തിന്റെ കേന്ദ്രമാണ്? ദീനിന്റെ കേന്ദ്രമാണ്. എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് തീരുമാനമാകണം. ഈ ജമാഅത്തിന്റെ ഓരോ വീടുകൾ, ഒരുപാട് ആളുകൾ, ഏതെല്ലാം നിലക്ക് അധിക സ്ഥലത്തും നമുക്കറിയാം, നമ്മുടെ പല സ്ഥലത്തും അനൈക്യങ്ങൾ. ഈ മുസ്ലിം സമുദായത്തിന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? തമ്മിലൂടെ അനൈക്യങ്ങൾ, പ്രശ്നങ്ങൾ, തമ്മിലുള്ള നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി തമ്മിൽ പിണങ്ങി നിൽക്കുന്നവർ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും പള്ളി കമ്മിറ്റിയിലുള്ള ഏതെങ്കിലും നാട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ അങ്ങനെയുള്ള തമ്മിലൂടെ പിണങ്ങി നിൽക്കുന്ന ഒരു സമൂഹത്തെ തമ്മിൽ ചൊടിച്ചു നിൽക്കും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തമ്മിൽ ചൊടിച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും, തമ്മിൽ കണ്ടാമണ്ടാത്ത ആളുകൾ. ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിനെ പണിയുന്നത് തമ്മിൽ ആരെങ്കിലും ഒന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളാട്ടായി നടന്നെങ്കിൽ ഞാൻ അങ്ങോട്ടായി മൂപ്പിക്കുന്നു.
ഞമ്മളെ പണി അങ്ങനെ വീട്ടിൽ എന്ത് ചെല്ലു നീ അത്ര ചെന്നിട്ട് മുട്ടായില്ലപ്പാ നീ അത് അത്രയും നിപ്പിച്ചതായില്ല നിന്നെ ഓരോ മിഞ്ഞാന്ന് 4 പയക്കഞ്ചലിൽ ആ പയക്കഞ്ചല് അറിഞ്ഞെങ്കിൽ നീ പിന്നെ നിന്റെ അയാത്ത കാലത്ത് നീ അവന്റെ മൂട് നോക്കിയാല ഇങ്ങനെയാണ് നമ്മൾ പറയാം അല്ലെ. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? നാട്ടിലൂടെ അനൈക്യങ്ങളുടെ വാക്കുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്താണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്? അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ തമ്മിലൂടെ പിണങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനെ, അനൈക്യമായി തമ്മിലൂടെ എന്തെങ്കിലും തമ്മിൽ കോപിച്ചു നിൽക്കുന്ന ഒരു രണ്ടാളുകൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുക എന്നുള്ളത്, അവരെ നന്നാക്കിയെടുക്കുക എന്നുള്ളത് അവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓഫർ എന്താണെന്നറിയോ? അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാണത്. തമ്മിലൂടെ ആളുകളെ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, തമ്മിൽ രണ്ടാള് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിയ ആളുകളെ ശരിപ്പെടുത്താൻ വേണ്ടി തമ്മിലൂടെ ചെറിയ കളവുകൾ പറഞ്ഞാൽ പോലും കളവിന്റെ കുറ്റം ലഭിക്കൂല. എന്തേ കാരണം? അവനോട് പറയാൻ അവൻ നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് അവനോട് എന്ത് പറയണം? നമ്മൾ പറഞ്ഞിട്ട് എന്താ ധരിപ്പിക്കേണ്ടത്? നീ അവനല്ല ഇങ്ങനെയല്ല പറഞ്ഞിട്ട് ഓനോട് ഇത്ര നിശ പകയിൽ നിൽക്കുന്നല്ലേ, നിന്റെ അവസരം ഓനിക്ക് നിന്നോട് പകയിൽ ഇന്നലെ നിന്റെ എതിർന്ന് മാത്രം ഓൻ നിന്നെ പറഞ്ഞില്ല, ബാക്കിൽ നിന്ന് നിന്നെ പ്രശംസിച്ചു, നിന്റെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവൻ നിന്നെ പറഞ്ഞു, നിന്നോടൊരു ചൊടിയില്ല എന്ന് പറയുമ്പോ ഓനിക്ക് 110 80 എത്തും. നമ്മളെ വാക്കുകൊണ്ടുണ്ടാവും 110 140 എത്തും. പിന്നെ പ്രഷർ തലക്ക് കയറി പിന്നെ നേരെ കൊണ്ടുകൊണ്ട് ഒരു ആംബുലൻസ് പഠിച്ചിട്ട് മൈക്കാലത്തേക്ക് അല്ലെ. ഇങ്ങനെയാണ് നമ്മളവസ്ഥ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എല്ലാം നമ്മൾ വിട്ടു നിൽക്കണം. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് സമൂഹത്തിലൂടെ നടമാടുന്ന അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമ്മൾ പറയുന്നു പള്ളിയിൽ ദുആ ചെയ്ത് ഒരുപാട് തങ്ങന്മാരെ കൊണ്ടുവന്നിട്ട് ദ്വാരിപ്പിച്ചു അല്ലെ. 3 സയ്യിദന്മാരെയാണ് ഇന്ന് ദുആക്കിന്റെ പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. 3 സയ്യിദന്മാർ, ആ 3 തങ്ങന്മാർ വന്നിട്ട് ദുആ ചെയ്തു. ഒരുപാട് അലിമികൾ ദുആ ചെയ്തു. എന്നിട്ട് നമ്മൾ നാളെ പറയാ നിന്നല്ലേ ആര് വന്നിട്ട് ദ്വാരത്തിന്റെ എന്ത് ദുആക്ക് ഉത്തരം കിട്ടിയ പറയുന്നങ്ങനെ ദുആക്ക് എന്ത് ഉത്തരം കിട്ടി, ആര് ദ്വാരത്തിന്റെ എന്ത് കൊണ്ടാ എന്ത് നമ്മളെ കാര്യം ശരിയായില്ല. ഈ രീതിയിലാണ് നീ പറയുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ദിവസം സ്വഹാബത്തിന്റെ കൂട്ടത്തിലിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബത്തെ അല്ലാഹുവിനോട് ഒരു പ്രത്യേകമായ കാര്യം ദുആ ചെയ്യാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റബ്ബിനോട് തേടാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരുണ്ടോ? അവർ ഈ സദസ്സ് വിട്ട് പോകണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ കുടുംബബന്ധം മുറിച്ച മനുഷ്യനുണ്ട് കാലത്തോളം അവനിക്ക് അവന്റെ ദുആക്ക്, എന്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് തരൂല. ആരെ ദുആക്ക്? എന്നെ പോലത്തെ ലോക്കൽ മൊയ്നാരെ ദുആയല്ല, സാധാരണ തങ്ങളെ ദുആയല്ല. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നബി തങ്ങളാണ് പറയുന്നത്, എന്റെ ദുആക്ക് ഇജാബത്തില്ല. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ സ്വഹാബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാൻ തുടങ്ങി. ആരാണ് ഈ കുറ്റകൃത്യം ചെയ്ത മനുഷ്യനാരാണ്? പരസ്പരം നോക്കി നിൽക്കേ. സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോകുന്നു, ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് നോക്കി നിൽക്കുമ്പോൾ ആ മനുഷ്യൻ കുറെ സമയമായി പോയിട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ നേരെ തിരിച്ചു വരുന്നു. ഇലാ ഹദറത്തി ഹബീബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയേ, ഞാനാണ് കുറ്റകൃത്യം ചെയ്ത മനുഷ്യൻ, ഞാനാണ് തങ്ങളുടെ ദുആത്തിന് തടസ്സമായ മനുഷ്യൻ, ഞാനാണ്. എന്റെ കാരണം കൊണ്ടാണ് ദുആക്ക് ഉത്തരം കിട്ടാതെ വന്നത്. ഞാനത് തൗബ ചെയ്തു നബിയേ, ഞാനത് പശ്ചാത്തപിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ആ മനുഷ്യനോട്, കേൾക്കുകയെ സ്വഹാബത്ത് മുഴുവനും കേൾക്കത്തക്ക വിധം ഇതൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ആളുകൾ സ്വഹാബത്ത് കേൾക്കട്ടെ. ഖിയാമത്ത് നാളോളം വരുന്ന ജനങ്ങൾക്ക് ഇത് മാതൃകയാവട്ടെ. വീട്ടുകയിലൂടെ താമസിക്കുന്ന ഈ നാട്ടിലുള്ള രക്ഷിതാക്കൾക്ക്, ബാല്യക്കാർക്ക്, പെണ്ണുങ്ങൾക്ക് വളരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്റെ മാരകമായ രോഗത്തിൽ നിന്റെ റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ ഉത്തരം കിട്ടിയില്ല. മാരകമായ കൊറോണ വന്നു, പേടിപ്പിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് സംഭവ വികാസങ്ങൾ ലോകത്ത് നടമാടി. NRC എന്ന് പറയുന്ന മനുഷ്യരെ പേടിപ്പെടുത്തുന്ന രാജ്യത്ത് പൗരത്വം പോലും നമുക്ക് ഇല്ലായ്മ ചെയ്യാനുള്ള കുതന്ത്രങ്ങൾ
ഈ രാജ്യത്തിന്റെ സർക്കാരിന്റെ ഭാഗത്തിൽ നിന്ന് കിടന്ന് വിളംബരം നടത്തിയപ്പോൾ എത്ര പള്ളികളിലാണ് ദുആ, എത്ര സ്വലാത്തിന്റെ മജ്‌ലിസുകളിലാണ് ദുആ, എത്ര ആത്മീയ മജ്‌ലിസുകളിലാണ് ദുആ. ഇന്ന് പെണ്ണുങ്ങളെ കയ്യിൽ മുഴുവനും ആത്മീയ മജ്‌ലിസിന്റെ ലിങ്കുകളല്ലേ. എവിടെ കിച്ചണിൽ പോയി അപ്പം ചുടുമ്പോഴും മൊബൈലിലൂടെ ആത്മീയ മജ്‌ലിസാണ്. അവൻ ബാത്റൂമിൽ പോകുമ്പോഴും അവിടെയും ഇവിടെയും ആത്മീയ മജ്‌ലിസ് നോക്കിക്കൊണ്ടാണ്. ഇങ്ങനെ ഇരുത്തത്തിലും നടത്തത്തിലും എല്ലാ സ്ഥലത്തും ആത്മീയ മജ്‌ലിസിന്റെ അഡിക്റ്റായി കൊണ്ടിരിക്കുന്നു. പല രക്ഷിതാക്കളും പറയാറുണ്ട്, ഉസ്താദേ പഴയ കാലം പോലെ ഭക്ഷണം കിട്ടാറില്ല, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ കട്ടൻ ചായ കൃത്യസമയത്ത് കിട്ടാറില്ല. എന്റെ ഭാര്യ സുബഹി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് നേരെ പോകുന്നത് മൊബൈലിന്റെ അടുക്കിലേക്കാണ്. എന്നിട്ട് ഏതോ ഉസ്താദ് ഉണ്ടാക്കുന്ന ആത്മീയ മജ്‌ലിസിന്റെ അടിമയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പിന്നാലെയാണ്. ഇതെല്ലാം പണം തട്ടിയെടുക്കാനുള്ള ആത്മീയ ചൂഷകന്മാരുടെ വഴിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവരുടെ വീട്ടിൽ പരിശുദ്ധ ഖുർആനുണ്ട്, ഇന്ന് വരെ ഒന്ന് ഓതാൻ സമയമുണ്ടായിട്ടില്ല. എത്ര സ്വലാത്തിന്റെ കടലാസുകൾ കിതാബുകളുണ്ട്, അതൊന്നും എന്നിട്ട് വായിക്കാൻ സമയമില്ല. മൊബൈലിലൂടെ കിട്ടിയവന്റെ ആത്മീയ മജ്‌ലിസിൽ പോയിക്കൊണ്ട് എത്രയോ ചൂഷണങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, എന്നാൽ ഇങ്ങനെല്ലാം ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ റബ്ബിനോട് കൈനീട്ടി ദുആക്ക് ഇജാബത്ത് കിട്ടാത്തതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂലിനോട് മനുഷ്യന് പറയുന്നു, നബിയേ ഞാൻ എന്താ ചെയ്ത കുറ്റമെന്നറിയുമോ? ഞാൻ തങ്ങളെ മജ്‌ലിസിലായിരുന്നോ ഞാൻ എഴുന്നേറ്റ് പോയത് ഇവിടേക്കാണ്. എന്റെ ഉപ്പാക്കൊരു പെങ്ങളുണ്ടായിരുന്നു. എന്റെ ഉപ്പയുടെ പെങ്ങളാണ് കുഞ്ഞിമ എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയാ. അല്ലെ, കുഞ്ഞിമ എന്നാ പറയാ, ഇളമാണ് ഈ നാട്ടിൽ. ഉപ്പാന്റെ പെങ്ങൾ എന്താ പറയാ? ഏളം, അമ്മായി. പല സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ കുഞ്ഞിമ്മ എന്നാ പറയാ, ചില സ്ഥലത്ത് പോയാൽ അമ്മായി, ചില സ്ഥലത്ത് അളമ്മ. ഇതൊക്കെ ഭേദമായാലും മനസ്സിലായാൽ മതി. ഉപ്പാന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായ എന്ത് വേണമെന്ന് പറഞ്ഞോളി. ഏത് അവരവന്റെ സ്വാതന്ത്ര്യം, ഓരോരോ നാട്ടില് അവരുടെ നാട്ടിന്റെ കാര്യത്തിൽ കൈയിടാൻ ഞങ്ങൾ വരുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള വിളിക്കാം. ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ സുലൈമാൻ ഉസ്താദ് നമ്മുടെ അളിയാക്കയാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, എന്റെ ഉപ്പയുടെ പെങ്ങളും ഞാനുമായിട്ട് പിണക്കത്തിലായിരുന്നു. എന്താ പിണക്കം? ഉപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോഴാണ് കുടുംബത്തിൽ തകരാറുണ്ടാവുക. അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങളിലാണ്. അധിക സ്ഥലത്തും തമ്മിൽ ചൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബ വിഷയത്തിൽ ചൊടിയുണ്ടെങ്കിൽ അത് സമ്പത്തിന് വേണ്ടിയിട്ടാണ്, മുതലിന് വേണ്ടിയിട്ടാണ്, തമ്മിലുള്ളതായിരിക്കുന്ന ദുനിയാവിന്റെ ആസക്തിക്ക് വേണ്ടിയിട്ടാണ് ചൊടിച്ചത്. അല്ലാഹുവിന് വേണ്ടി ചൊടിച്ചവരുണ്ടോ? അള്ളാഹ്ക്ക് വേണ്ടി ചൊടിയുണ്ട്. ആ ചൊടി നമുക്ക് അറിയില്ല. അള്ളാഹ്ക്ക് വേണ്ടി ചൊടിക്കുക. എന്താ അള്ളാഹ്ക്ക് വേണ്ടി ചൊടിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ സ്വന്തം മകൻ, സ്വന്തം അനുജൻ, സ്വന്തം ഭാര്യ ഹറാമായ കാര്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹറാമിലാണ് 24 മണിക്കൂറും ഹറാമിൽ ഉപദേശിച്ച് ഒരു നിലക്കും മാറ്റം വരുന്നില്ല. ആ സമയത്ത് അവളോട് ചൊടിക്കുക എന്നുള്ളത്, പിണങ്ങുക എന്നുള്ളത്, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഇന്നവരെ നമ്മൾ പിണങ്ങിയിട്ടില്ല. സ്വന്തം മകൻ തമ്മാടിത്തരം ചെയ്യുന്നു. നിസ്കാരത്തിലേക്ക് ആജിയാർ പള്ളിക്ക് വരുമ്പോ സുബഹി നിസ്കാരത്തിൽ നിസ്കരിക്കാതെ പ്രായപൂർത്തിയെത്തിയ 16, 18 വയസ്സായ ബാല്യക്കാരായ മക്കൾ പുറയിൽ കിടന്നിറങ്ങുന്നു. ആജിയാർ വിളിച്ചു പള്ളിക്ക് പോവാ, ഉപ്പ വിളിച്ചു പള്ളിക്ക് പോവാ. മകൻ കൂട്ടാക്കിയില്ല, ഉപ്പാൻ അനുസരിക്കുന്നില്ല. ഉപ്പാക്കെതിരായിട്ട് കഞ്ചാവ് വലിച്ചുകൊണ്ട് വീട്ടിൽ ഉപ്പാനെ കൊല്ലാനുള്ള ആയുധങ്ങൾ എടുത്തു വരുന്ന അവസ്ഥ കേരളത്തിൽ കണ്ടില്ല. ഈ അടുത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ, 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ കഥ ഇത് വായിച്ചു. അമേരിക്കയുടെ കഥയോ റഷ്യയുടെ കഥയോ ലണ്ടന്റെ കഥയോ അല്ല പറയുന്നത്. ഈ ഖൈറു ഉമ്മത്തി എന്ന് വിശേഷിക്കപ്പെട്ട ഈ സമുദായം ഏറ്റവും കൂടുതൽ ദീനീ ദഅവത്ത് നടക്കുന്ന കേരളക്കരയിൽ, നമ്മുടെ നാടുകളിലൂടെ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വരുന്നത് കേരളത്തിൽ നിന്നാണ്. അല്ലേ, വലിയ വലിയ പ്രവാചകന്മാർ ഇറക്കുമതി ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ദഅവത്ത് നടക്കുന്നത് കേരളത്തിലാണ്. ഒരുപാട് അറബിക് കോളേജുകൾ ഉള്ളത് കേരളത്തിലാണ്. അല്ലേ, കർണാടകത്തിനേക്കാളും എല്ലാം ദീനിയായ നിലക്ക് വളരെ മുമ്പന്തിയിൽ നിൽക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ കോഴിക്കോട് ആ സംഭവം നടക്കുന്നതിന്റെ അന്നത്തെ പിറ്റേ ദിവസം നമ്മൾ മടവൂർ യാത്ര പോയപ്പോൾ അവിടെ ആ
മടവൂരിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലാണ്. അങ്ങനെ ആ നാട്ടിലുള്ള ഒരു ആളുകളുമായി ഞാൻ സംസാരിച്ചു നോക്കുമ്പോൾ ഒരു വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ഉമ്മ, ആ ഉമ്മ ജനങ്ങളോട് കൈനീട്ടി യാചിച്ചിട്ട് ഈ കുട്ടിക്ക് പഠിപ്പിക്കാൻ ഫീസ് അടക്കാൻ പൈസയില്ലാതെ ആളുകളോട് യാചിച്ചുകൊണ്ട് ഇതാ ആ കുട്ടിക്ക് പഠിപ്പിച്ചു. എന്നിട്ട് ആ കുട്ടിയും ഈ ഉമ്മയും തമ്മിൽ കുട്ടി കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ എഡിറ്റായി അവസാനം ഉമ്മയെ കുത്തി കൊലപ്പെടുത്തിയ ദാരുണമായ രംഗം കേരളത്തിന്റെ ഈ കണ്ടിൽ നമ്മുടെ ചെറുപ്പക്കാർ 21 വയസ്സായ ചെറുപ്പക്കാരിൽ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നാര സഹോദര, എന്റെ രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ വെടിപിടിച്ചു പോകുന്നുണ്ട്. നമ്മുടെ മക്കൾ കഞ്ചാവിന്റെ മറ്റുള്ള ഇത് കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞാൽ പഴയതാണ്, പുതിയ ഒരുപാട് പേരുകൾ. അതൊന്നും ഇൽമിന്റെ മജ്‌ലിസിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നാളെ അതിനെ തേടിയിട്ട് പോകും. എന്റെ വായിൽ അതെന്തെങ്കിലും പറയാം, അങ്ങനത്തെ കണ്ടെങ്കിൽ നാളെ അതിനെന്താവും റെക്കോർഡാക്കിയിട്ട് നാളെ അതിനെ തേടിയിട്ട് പോകും. അങ്ങനത്തെ ഉണ്ടാകും. കാലം അങ്ങനെ അടുത്തേക്ക് എത്തി. അങ്ങനത്തെ മൈനസ് പോയിന്റുകൾ മാത്രം ഇവിടെ നോട്ടാക്കി വെക്കുന്ന ഒരു സമൂഹമായി എന്താ സഹോദരങ്ങളെ. അങ്ങനെ നമ്മുടെ മക്കൾ വെടിപഴച്ചു പോയതിന്റെ പേരിൽ മക്കളോട് നമ്മൾ പിണങ്ങിയിട്ടില്ല, മക്കളോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടില്ല. ഇന്ന് വരെ മക്കൾ വെടിപഴച്ചതിന്റെ പേരിൽ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഭാര്യ നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഭാര്യയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? എത്ര വട്ടം ഭാര്യയോട് ചോദിച്ചിട്ടുണ്ടാവും? മീനിന്റെ കറിക്ക് കുറച്ച് ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ 110 പ്രസറേറ്റ് ചിലപ്പോൾ വരയിലുള്ള എണ്ണ പാത്രത്തിന് തച്ചു പൊളിച്ചിട്ടുണ്ടാവും. ഭാര്യയോട് ചൂടാന്ന് എന്തിന്? അവളുണ്ടാക്കിയ ഭക്ഷണം ശരിയില്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റുള്ള ദുനിയാവിന്റെ പേരിൽ, ആ ഭാര്യ തഹജ്ജുദ് നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഇന്ന് വരെ ഭാര്യയോട് ഉപദേശം കൊടുത്തിട്ടുണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീനിന് വേണ്ടി ചൊടിക്കണം, ദുനിയാവിന് വേണ്ടി. എന്റെ ചൊടിക്കുന്നത് ദുനിയാവിന്റെ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഒരൽപ്പം. ആരാ ചൊടിച്ചത്? ജ്യേഷ്ഠനും മനുഷ്യനും ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നിട്ട് ആ ഒരേ ഏകോദര സഹോദരന്മാരായി ജ്യേഷ്ഠനും മനുഷ്യനും ഒരേ ചോരയാണ്, ഒരേ രക്തമാണ് അവന്റെയും ഇവന്റെയും ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ജ്യേഷ്ഠനും അനുജനും ആങ്ങളെയും പെങ്ങളും തമ്മിൽ പിണങ്ങുന്നത്, തമ്മിൽ അടികുടി ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടി? ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ആ മനുഷ്യൻ പറയുന്നു, നബിയെ, എന്റെ ഉപ്പയുടെ പെങ്ങളും ഞാനുമായിട്ട് ഒരു പിണക്കമുണ്ടായി. എന്റെ ഉപ്പ മരിക്കുന്ന സമയത്ത് വലിയ കോടീശ്വരനാണ്, ഒരുപാട് സ്വത്തുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് എന്റെ ഉപ്പയുടെ പെങ്ങളായ സഹോദരി പറഞ്ഞു, ഇന്ന ഈത്തപ്പന തോട്ടമുണ്ടല്ലോ, ആ തോട്ടം എനിക്ക് കിട്ടണമെന്ന് ചർച്ചയായി. ഞാൻ പറഞ്ഞത് എനിക്ക് വേണം, ഞാൻ വിട്ടുതരൂല. അവസാനം രണ്ടാളുകൾക്കിടയിൽ ചർച്ചയായി. ഞാൻ എന്ത് ചെയ്തു? എന്റെ ഉപ്പയുടെ പെങ്ങളായ സഹോദരിയോട് പറഞ്ഞു, ആ സ്വത്ത് മുഴുവനും നീ എടുത്തോ, ഞാനും നീയുമായിട്ടൊരു ബന്ധമില്ല, നീ എന്റെ പെങ്ങളെന്റെ കുഞ്ഞുമയല്ല, എനിക്ക് സംബന്ധമില്ല. ഞമ്മ പറഞ്ഞങ്ങനെ, ഞാനും നീ ആയിട്ടൊരു ബന്ധമില്ല, നീ മരിച്ചെങ്ങ് നീ എന്റെ മയ്യത്ത് നോക്കാനും നിന്റെ മയ്യത്ത് നോക്കാനും ഞാനുമില്ല, ഞാൻ മരിച്ചെങ്ങ് നീ മയ്യത്ത് നോക്കാനും വേണ്ട. പറയാൻ വളരെ സിമ്പിൾ അല്ലേ? ചിലപ്പോ ഇതൊക്കെ പറയുമ്പോ മനസ്സിലാക്കണം, ചിലപ്പോ അവന്റെ മുമ്പിലായിരിക്കും ചിലപ്പോ നീ വീട് മരിക്കാം, അവരോട് പറയും എന്റെ മയ്യത്ത് നോക്കാനും കൂടി നീ വരണ്ടാൻ. ചിലപ്പോ ഓനായിരിക്കും നീ നാളെ തല തിരിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് പോകുമ്പോ റോഡിൽ തല കറങ്ങിയിട്ട് വീഴുമ്പോ ചിലപ്പോ നിന്റെ പിന്നിലുണ്ടാവും. ചിലപ്പോ നീ ചൊടിച്ചിട്ട് 6 മാസത്തോളം ചൊടിച്ചിട്ട് ഓനെ കണ്ടെങ്കിൽ 110 പ്രസവം പല്ല് കടിച്ചിട്ട് സംസാരിച്ചോന്നില്ലേ, ഓനായിരിക്കും നിന്റെ പിന്നിലുണ്ടാവും. നീ നിന്നെ വീണാൽ നിന്നെ കൊണ്ടുപോയിട്ട് ഓട്ടോറിക്ഷയിൽ ഇട്ടിട്ട് പുത്തൂരിലേക്ക് മഹാവീര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടത് ഓനായിരിക്കും. നിങ്ങൾക്ക് പറയാൻ കഴിയോ എന്റെ മയ്യ എന്റെ മേലെ തൊടണ്ടാന്ന്? നിനക്ക് ബോധം വേണ്ടേ? ഈ മനുഷ്യനോടാണ് നമ്മൾ പിണങ്ങുന്നത്, ഇവരോടാണ് നമ്മൾ പിണങ്ങുന്നത്. എന്തിന്? താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി, താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി. ആരോ പറഞ്ഞു തന്നതിന്റെ ഫിത്നയുടെയും ഫസാദിന്റെയും അടിമകളായിട്ട്. എന്നാൽ ഇങ്ങനെ കുടുംബബന്ധം മുറിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടുന്നവരെ അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങളിലേക്കില്ല, അവന്റെ ദുആക്ക് ഇജാബത്തില്ല, അവന്റെ നിസ്കാരത്തിന് അവന്റെ കബൂലിയത്തില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, നബിയേ, ഞാൻ പിണങ്ങിപ്പോയ മനുഷ്യ സഹോദരിയെ ഞാൻ തങ്ങളുടെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് പേടിയായി. എനിക്ക് സ്വർഗം വേണം, ദുനിയാവല്ല മുഖ്യം, ദുനിയാവല്ല എന്റെ ലക്ഷ്യം. ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ തീരും, ഒരു ദിവസത്തിന്റെ ഗ്യാരണ്ടി ഇല്ലാത്ത ദുനിയാവ്. എനിക്ക് ഇവിടെ നിന്ന് എന്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഇവിടെ 5 കിലോമീറ്റർ ദൂരെയുള്ള കൊടാതെ പള്ളിയിലേക്ക് എത്തുമെന്ന ഗ്യാരണ്ടി എനിക്കുണ്ടോ? നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമെന്ന ഗ്യാരണ്ടി ഉണ്ടോ രക്ഷിതാക്കളെ? ഈ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഈ ശരീരത്തിനെ ചുമന്നുകൊണ്ടിട്ടാണ് നമ്മൾ ഈ അതിക്രമങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നതെങ്കിൽ പൊന്നാര സഹോദര, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയെ, ഞാൻ ആ പെങ്ങളെ തേടിപ്പോയി. അങ്ങനെ പോയി അസ്സലാമു അലൈക യാ അമ്മത്തി സലാം പറഞ്ഞു. സലാം പറഞ്ഞ പാട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെയാണ് കണ്ടത്. വളരെ ക്രോധത്തോടെ, ദേശത്തിന്റെ കണ്ണോടെ
അവൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് മുഖത്തിരിച്ചു, സലാം മടക്കിയില്ല. ഞാൻ ആ പെങ്ങളുടെ നേരെ പിന്നാലെ കൂടി എന്നിട്ട് പറഞ്ഞു, എന്റെ ഉപ്പയുടെ സഹോദരിയായ എന്റെ ഇളാമയായ ആ സഹോദരിയോട് പറഞ്ഞു, ഞാൻ വന്നത് സ്വത്ത് ചോദിക്കാനല്ല, പണം ചോദിക്കാനല്ല, ഈത്തപ്പന തോട്ടങ്ങളുടെ ഓഹരി ചോദിക്കാനല്ല. എന്റെ സ്വത്ത് മുഴുവനും നിങ്ങളെടുത്തോ, കൊണ്ടുപോയിക്കോളി, നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷേ എനിക്കൊന്നേ വേണ്ടുള്ളൂ, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഹുർ റഹം. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞതാണ്, ഖാതിഹുർ റഹ്മായ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഇത് കേട്ടപ്പോൾ മനസ്സ് സമാധാനമായി. അവൾ എന്റെ സലാം മടക്കി, ഞങ്ങൾ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തു. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ നന്നായിട്ടുണ്ട്, ഞങ്ങൾ സുൽഹായിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ മനുഷ്യനോട് പറയുന്നു, മോനെ, നീ എങ്ങാനും നന്നായിട്ടില്ലായിരുന്നെങ്കിൽ, നീ ആ ദേശം തീർത്തില്ലായിരുന്നെങ്കിൽ ആകാശത്തിൽ നിന്ന് ശിക്ഷ ഈ സ്ഥലത്തേക്ക് ഇറങ്ങുമായിരുന്നു. അത് മുഖേന മദീന നിവാസികൾക്ക് ആകമാനം അദാബിറങ്ങുമായിരുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി